ഹലോ ഗൈസ്, അപ്പോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മള് സംഘു പറഞ്ഞ ഫ്രണ്ടാണ്. ഓനെ ദുബായിന്ന് കൊണ്ടുവരാൻ വന്നതായിരുന്നു. അപ്പൊ വന്നുകാണ്ട് ഇപ്പൊ തിരിച്ച് വീട്ടിൽ തന്നെ പോണ ഓനെ എടുത്തിക്കണ്. തിരിച്ച് വീട്ടിൽ തന്നെ പോണ വഴിയാണ്. അപ്പൊ സംഘുവിന് ഒരേ ആഗ്രഹം വ്ലോഗില് വരണമെന്ന്. ഇതാണ് ആള്. അപ്പൊ എന്താ സംഘു പറയാനുള്ളത്? വെറും റിദ്വാന് കഴിഞ്ഞ ദിവസം ഒമാനിന്ന് വന്നു. കുറച്ചൊരാഴ്ച മുൻപ് ഒമാനിന്ന് വന്നപ്പം സംഘുന് റിദ്വാനെ കാണണം. അതിന് വേണ്ടിട്ട് ദുബായിന്ന് വെറും 5 ദിവസത്തിനാണ് ചെക്കം. എന്താ ഡയലോഗ്? പ്ലെയിന് ചാർട്ട് ചെയ്ത് വരാ. എനിക്ക് മറ്റേ ഇതിന് കർത്താവ് ഋതുവാനാണ് ഏറ്റവും വലുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവ് ഋതുവാനോട് വന്നു വിളിച്ചു. വന്നു ഒരു 5 ദിവസത്തിന്. ഇന്നിപ്പം ചൊവ്വാഴ്ച, ഞായറാഴ്ച ചേർക്കുമ്പോ തിരിച്ചു പോകുകയാണ്. എന്തൊക്കെ എന്ത് പൈസ പണം പോയി സ്നേഹം വരട്ടെ. ഇഷ്ടംപോലെ പണം പോയി സ്നേഹം വരട്ടെ. ഇഷ്ടംപോലെ അല്ല എന്താ ഇതാണ് പറയാല്ലേ? അത്രേ ഉള്ളൂ. പണം പോയി സ്നേഹം വരട്ടെ. പിന്നെ എന്താ വർത്താനം സംഘോ? നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഫ്രണ്ട്സിനോടൊക്കെ എന്താ പറയല്ലേ? വിജയിപ്പിക്കുക, എല്ലാരും സെറ്റ് ആക്കുക. എന്ത് വിജയിപ്പിക്കുക? യൂട്യൂബ് ഞാൻ വീഡിയോ കണ്ടിരുന്നത് മറ്റേ നമ്മളെ പല്ലവിന്റെ വീട്ടിൽ പോയത്. അങ്ങനെ അതൊക്കെ കണ്ടിനി. എങ്ങനത്തെ കണ്ടന്റ്സ് പോയി പല്ലവിന്റെ നല്ല കണ്ടന്റ്സ് കൊണ്ടുവരാ. ഏതായാലും അപ്പൊ പണിയൊക്കെ ഉഷാറാണ്. ഇത് കണ്ടോ ഗൈസ്? ഇത് ചരിത്രം പറഞ്ഞു കൊടുത്താ ഈ കോലിന്റെ ഇത് വലിയ പൊക്കുവോ? ഫോറസ്റ്റർ പൊക്കുവല്ലോ. ജാമ്യം കിട്ടൂലല്ലേ? അല്ല ഇവിടെ ഒരാൾ ഇരിക്കണ്ടേ. ഇതാ എന്താ പറയല്ലേ, കൈനീസ് ഇവിടെ നിന്ന് ഖത്തർന്ന് ഇപ്പം കഴിഞ്ഞ ഒരു 2 ദിവസം മുൻപ് ഖത്തർന്ന്. ഇത് ആള് ഒമാനെന്ന്. ഇപ്പൊ അതാ ദുബായിന്ന്. എല്ലാരും പല രാജ്യങ്ങളില്. നമ്മള് മാത്രമാണ് ഇപ്പോഴും നാട്ടിൽ ഇങ്ങനെ തെറ്റിത്തിരിഞ്ഞ് മൂഞ്ചി നടക്കുന്നത്. യൂട്യൂബർ ആയാൽ നമ്മള് യൂട്യൂബ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പക്ഷെ വേറെ ഒന്നുണ്ട്, നമ്മള് യൂട്യൂബിന് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. നമ്മള് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 23 ദിവസമായിട്ടുള്ളൂ. ഇപ്പം 1.4K സബ്സ്ക്രൈബർ ആയി. അത് നെല്ലി കിട്ടൽ തന്നെയാണ്. ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനൊക്കെ ഒരു കൊല്ലൊക്കെ ആകുമ്പോ 1K ആകും. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് 2K ആവും ഒറ്റടിക്ക്. എഴുതി വെച്ചോ നമുക്ക് ഫാൻസ് ഉണ്ട്. അതാണ് സംഘുന് ഫാൻസ് ഉണ്ട്. പണ്ടേ മാനവ സ്കൂളിൽ പഠിക്കുമ്പോളെ ഫാൻസ് ഉള്ളതുകൊണ്ടേ. ഞാനേ വരുന്ന വീഡിയോ ഒക്കെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കരുതി. പക്ഷെ എന്താ പറ്റിയ വെച്ചാല് ഞങ്ങള് നേരം വെക്കി. ചെക്കൻ നേരത്തെ എത്തി, ഞങ്ങള് നേരം വെക്കി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതാണ് പ്രശ്നം. എന്തായാലും ചെക്കനെത്തിക്കണെന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ ഞങ്ങൾ ഇടുന്നത്. അത് അത്രേ ഉള്ളൂ. പിന്നെ എന്തോ പറയുന്നത്, നമ്മൾ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് ചെറിയ ചായ എന്തെങ്കിലും കുടിക്കല്ലേ? എന്താ പരിപാടി? പൈസ പോയോ? പൈസ ട്രാൻസ്ഫർ ആയില്ല, എനിക്ക് പൈസ മാറ്റണം. അപ്പൊ അങ്ങനെ ഇനി റിദ്വാനെ എന്താ ഭാവി പരിപാടികള്? ഏനെ കുറച്ച് ദിവസം നാട്ടിൽ കല്യാണം കഴിയണം. റിദ്വാൻ 2 വയസ്സ് കുറവാണ്. ഇങ്ങോട്ട് ഓന് ഫസ്റ്റ് പെണ്ണിട്ടോ. ആക്രാന്തല്ലേ? ഓന് പെണ്ണുണ്ടേ. ആഗ്രഹമല്ല നഫൂന് പെണ്ണിട്ടുണ്ട്. നമുക്ക് പെണ്ണില്ല, അതുകൊണ്ടല്ലേ നമ്മളോട് ഇവരിങ്ങനെ എന്താ പറയല്ലോ? ഇപ്പൊ കുടുംബം നോക്കണല്ലേ? അപ്പൊ പെണ്ണിപ്പൊ കെട്ടണില്ല, വേണ്ട കുടുംബം. നഫൂന് ഇപ്പൊ എത്ര വയസ്സായി? 20. അപ്പൊ ഈ ഇന്ത്യയിലാറ് മൂത്താണ് നായിയെ. ഇപ്പൊ നമ്മളിലാറ് മൂത്ത. ഞാൻ 5 എഴുതിയിരിക്കണേ. ചെറിയ അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞ മാതിരിക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വ്യൂസ് കുറവാണ്. അറിയണോല് മാത്രമേ കാണുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ എല്ലാരും വീഡിയോ കാണുക, ഉഷാറാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പൊ അതൊക്കെ തന്നെ.
അല്ലേ സംഘോ? വീഡിയോ കാണുക, ഉഷാറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, അറിയണോലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, അങ്ങോട്ട് കൊണ്ട് ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല അറിയണോലൊക്കെ നമ്മള് സപ്പോർട്ട് ചെയ്യും. നമുക്ക് എല്ലാവരും കഴിച്ചിട്ടാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. എല്ലാവരും ഒരേപോലെ കഴിച്ചിടാൻ പറ്റൂലല്ലോ. യൂട്യൂബർ ആയി കണ്ട് കഴിച്ചിട്ടാകും, ചിലപ്പോ കഴിച്ചില്ലാവും, അങ്ങനെ പറയാൻ പറ്റൂലേ. ഋതാവിന് പെണ്ണെട്ടി കഴിച്ചില്ലായി, പെണ്ണെട്ടി കഴിച്ചില്ലായി. അല്ല അപ്പൊ അങ്ങനെ അപ്പൊ സംഘു എത്തി. ഇത് തിരക്കി ഇതൊന്നും കഴിഞ്ഞോട്ടെ. ഏതെങ്കിലും നല്ല ഒരു ഒഴിഞ്ഞ ഷോപ്പില് അപ്പൊ നമുക്ക് ഇനി ഒരു ഒഴിഞ്ഞ ഷോപ്പില് ഫുഡ് കഴിക്കണം കേട്ടോ. സംഘോ അവിടെ പൊറോട്ട കിട്ടൂലേ? പക്ഷെ അങ്ങനെയല്ല, ഈ അറ്റ്മോസ്ഫിയർ കിട്ടൂലല്ലോ. അതാണ് പ്രശ്നം, നാട്ടിലത്തെ അറ്റ്മോസ്ഫിയർ കിട്ടൂല. നമ്മള് ഫ്ലാറ്റിന്റെ ഉള്ളിൽ ഇരുന്ന് കണ്ട് പൊറോട്ട കഴിക്കുന്നതും ഇതേപോലെ അങ്ങാടി കറികൾ പൊറോട്ട കഴിക്കുന്ന മാറ്റണ്ട്. ഇതെന്താ പറഞ്ഞ ഇതൊന്നും ഇടല്ലേന്നു? പൊറോട്ട നല്ല ചൂടുണ്ട് കേട്ടോ. ബീഫെത്തി ചായ പറഞ്ഞേ. സാറല്ലേ? ചൂടുണ്ട്. അപ്പൊ കഴിക്കാം. ഞാൻ ഒരു പൊറോട്ട എടുത്തുള്ളൂ. കഴിച്ചു നോക്കാം. സുഖമില്ല. ഇത് കുറച്ച് അറിയിച്ച ഇത് കാട്ടണ ചേരിച്ചളപ്പം കണ്ടേ. മതി മതി. സംഘു ബീഫ് അതിനുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ബീഫ് കിട്ടലില്ലേ? അതെ, കൊഴപ്പല്ല. വൻ സൂപ്പർ എന്നൊന്നുമില്ല, കൊഴപ്പല്ല. ജീപ്പില് പണ്ടില്ലേ തജികന്നാല് ഒരു 200 ബഫിന്റെ വെങ്ങൾക്കുണ്ടല്ലോ. ഫുഡൊക്കെ വെച്ച് കാത്തിരിക്കല്ലേ? എന്താ ഫുഡ് വരല്? ബീഫിന്റെ പൊറോട്ടന്റെ അല്ലേ? ശങ്കുലെ അതെ, ബീഫ് ഗ്രേവി രസമുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടേ കഴിക്കാൻ കഴിച്ചില്ല. നമുക്ക് തൽക്കാലം ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ശങ്കുവിനെ വീട്ടിലൊക്കെ ആക്കിയിട്ട് അപ്പൊ നമ്മളെ ഷോപ്പിൽ എത്തിക്കണ്. അപ്പൊ എന്താ വെച്ചാല് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ വ്ളോഗ് എങ്ങനെ എടുക്കാന്ന് കരുതിയെന്ന് വെച്ചാൽ ശങ്കുവിനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരണം, അങ്ങനത്തെ ഒക്കെ ഫുൾ വ്ളോഗ് എടുക്കാന്ന് കരുതിന്. പിന്നെ ഞങ്ങൾ ആകെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിയാണ്, പിന്നെ അവിടെ എത്താല്ലാതെ ഇതിലേനി. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പം പിന്നെ വ്ളോഗ് എടുക്കണ്ടെന്ന് കരുതിനി. പിന്നെ ശങ്കുവിനൊരു പൂതി ഒരു വ്ളോഗ് എടുക്കണം, അങ്ങനെ ഒരു ചെറിയ തട്ടിക്കൂട്ട് വ്ളോഗ് എടുത്താണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.